ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖാരിക്കാന്ന് വിശ്വസിക്കുന്നു. മെയ്യാണ്. ഇന്നുണ്ടല്ലോ രാവിലെ തൊട്ട് വൈകിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ എന്താ കാണുന്നത്? എൻ്റെ പൊന്നുമോൻ ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിന്ന് നല്ല വൈകി ആണ് എണീറ്റ് വന്നത്. ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോൾ മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഞ്ഞും തണുപ്പും, കുറച്ച് ദിവസം അവധിയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത് തന്നെ സ്കൂളിൽ കോളേജിലൊക്കെ പോകാൻ തുടങ്ങണം. അപ്പം എങ്ങനെ ആവും എന്നറിയില്ല. എന്തായാലും ഞാനപ്പം ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് കുടിച്ചുകൊണ്ട് പതുക്കെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എന്തായാലും രാവിലെ നമുക്ക് കുത്തിയിരിക്കാനോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആവാനോ ഒന്നും സമയമില്ല. ലേറ്റർ എന്തായാലും നല്ല ഇതാണെങ്കിൽ ഒന്ന് ജിമ്മിൽ ഞങ്ങൾ രണ്ടുപേരും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതല്ലാണ്ട് അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഫ്രഞ്ച് ടോസ്റ്റ്, അപ്പം അതും ഒരു ഇഞ്ചി ചായയും ഒക്കെ ഇടാം. അപ്പം എല്ലാവർക്കും ഒരു ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊരു 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ് ആണ് കേട്ടോ. ഇതിൽ എടുത്തു വെക്കും. അപ്പം നമുക്കറിയാമല്ലോ ആ ഒരു എന്തുമാത്രം വെള്ളം കുടിക്കുന്നു എന്നുള്ളത്. ഇത് ഞാൻ ശരിക്കും വർക്ക് പ്ലേസിൽ വെച്ചേക്കണതാണ്. അപ്പം ഇപ്പം അവധി ആയപ്പോൾ ഇങ്ങ് എടുത്തുകൊണ്ട് വന്ന് കഴുകാൻ കൊണ്ടുവന്നേക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് പ്ലേസിൽ വെക്കും. അപ്പം എല്ലാ ദിവസവും വെള്ളം കൊണ്ടുപോയില്ലല്ലോ, അവിടെ നിന്ന് നമുക്ക് നിറയ്ക്കാമല്ലോ. അപ്പം ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട, ക്രീമാണ്, പിന്നെ പഞ്ചസാര, കുരുമുളക് പൊടി, സിന്നമൺ പൗഡർ, ഉപ്പ്. കുരുമുളക് പൊടി വേണമെന്നില്ല കേട്ടോ, പക്ഷെ ഞാനിടും. ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചൊഴിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രീമോ പാലോ യൂസ് ചെയ്യാം. പക്ഷേ ക്രീം ആകുമ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒരു തുള്ളി വെള്ളമയം പോലെ നിൽക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ ആഴ്ചയിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളാണ്. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാവും. മിക്കവാറും സ്കൂളിൽ പോകുന്ന ദിവസമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവധി ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്നങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഒരു അരക്കപ്പോളം ക്രീം അതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു പൊട്ടിച്ച മുട്ടയ്ക്കകത്തോട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര. ഞാനിത് മിക്കവാറും കഴിക്കാറില്ല, പിള്ളേർക്ക് ഉണ്ടാക്കണം. തോമസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ല ഇത്. ഞാൻ എന്തായാലും വിചാരിച്ചേക്കുന്നത് ഒരു അവക്കാഡോ ടോസ്റ്റിനെ കഴിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റെസിപ്പിയിൽ കാണിച്ചു. ഇപ്പോൾ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഫ്രഞ്ച് ടോസ്റ്റും എല്ലാവരും ഉണ്ടാക്കുന്നതാവും. പക്ഷെ നമ്മൾ ഒത്തിരി കാലമായി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റെസിപ്പികളൊക്കെ അങ്ങ് മറന്നുപോല ചില സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഉണ്ടാക്കും, വേറെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയോ കാണുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പം ഇതാരെങ്കിലും മറന്നുപോയിട്ടവരുണ്ടെങ്കിൽ ഓർമ്മ വന്നോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പം മുട്ടയും പാലും ഒക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്ക് ഇങ്ങനെ മുട്ടയൊക്കെ സെപ്പറേറ്റ് കഴിക്കാത്ത പിള്ളേർക്ക് അത് നല്ലതായിരിക്കും. ഞാൻ സാവർഡോ ബ്രെഡാണ് മേടിച്ചേക്കുന്നത്. എന്ത് തരത്തിലുള്ള ബ്രെഡാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സ്വീറ്റ് ആയിട്ടുള്ള സിന്നമൺ ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഫ്രഞ്ച് ടോസ്റ്റ് സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ ബാറ്ററൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനത് ചായ ഇടാമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്റ്റീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് അരിച്ചു വെക്കുക ചെയ്യുക. അപ്പോൾ ആണെങ്കിൽ കടുപ്പം നമുക്ക് പാകമാകുമ്പോൾ ആ ഒരു കുഞ്ഞ് അരിപ്പ് പോലത്തെ സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാരണ ചായപ്പൊടി, റെഡ് ലേബൽ ആ ഒരു ചായപ്പൊടി തന്നെ ഇട്ട് അതിനകത്തോട്ട് ജിഞ്ചർ ലെമണിൻ്റെ ഒരു സാഷ ഇടാം. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ മേടിക്കുന്ന ഒരു ജിഞ്ചർ ലെമണിൻ്റെ ആ ഒരു ഇതിടാന്ന് വെച്ചു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി ചതച്ചിട്ട് നാരങ്ങ ഒഴിക്കുന്നത് അതാണല്ലോ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ മടി കാരണം ഇനി ഇഞ്ചി എടുക്കണമല്ലോ, ചതക്കണമല്ലോ. അപ്പം എൻ്റെ ഈ സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ സാഷൻ നമുക്ക് അങ്ങനെ തന്നെ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് കുടിച്ചാലും നല്ലതാണ്. അപ്പം തൊണ്ടവേദന ഒക്കെ ആദ്യം തുടങ്ങുമ്പം നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഹണി ലെമണാണ്. ഹണിയും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് പിള്ളേർക്ക് ഇതാക്കാൻ കൊടുക്കും. പിന്നെ എനിക്ക് ഹണി ലെമൺ അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ഞാനും താമസം ചായക്കകത്ത് ഇഞ്ചിയും ലെമണും ഒക്കെ ഇട്ടിട്ട് കുടിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് അവിടെ നിന്ന് സ്റ്റീപ്പ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വലിയ പാനിലാണ് കേട്ടോ, ഇതിന് ഇലക്ട്രിക് ഗ്രിഡിലാണ്. ഇതാവുമ്പം നമുക്ക് കുറച്ച് എണ്ണ ഒന്നിച്ചുണ്ടാക്കാം. അപ്പോൾ കുറേ നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ എൻ്റെ ഒന്നും മുന്നേ വന്ന് കേടായിപ്പോയി. പിന്നെ മേടിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും ആ ഗ്രിഡിലോട്ട് മാറി. ഇന്നത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ക്രിസ്മസിനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആകെ അസ്വസ്ഥതയാവട്ടെ, ഇങ്ങനെ ഈ കളർഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ തിളങ്ങിയിരിക്കണം, ഒരു ക്ലട്ടർ പോലെ തോന്നും. അങ്ങനെ ഉണ്ട് ആർക്കെങ്കിലും. ക്രിസ്മസ് വരെയും ന്യൂ ഇയർ വരെയൊക്കെ ഇതൊരു നല്ല രസമാണ്. ന്യൂ ഇയർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ സാധാരണ നല്ല കുറച്ചിങ്ങനെ മാല ലൈറ്റും ഏഞ്ചൽ അങ്ങനത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ പിള്ളേർ ചെയ്തു തരാമെന്ന് പറഞ്ഞു, എല്ലാം എടുത്ത് അവർ തന്നെ ട്രീ സെറ്റ് ചെയ്ത് പ്രാവശ്യം. അപ്പോൾ
ട്രീ അവരെടുക്കുകയും ചെയ്തോളാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് വൃത്തിയാണ് നമ്മുടെ കൈയും കൂടെ എത്തണം. എന്നാലും ഒരു ദിവസം 2-3 ദിവസം എടുത്തു കേട്ടോ എല്ലാം ഒന്ന് മാറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ ആ പാത്രത്തിൽ തന്നെ ഒരു മുട്ട നമ്മുടെ എന്താ പറയുക സ്ക്രാമ്പിൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, മുട്ടയും ഉപ്പും ലേശം ആ ഒരു ക്രീം നേരത്തെ നമ്മൾ കാണിച്ചില്ല, ആ ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് കുരുമുളക് ഇട്ട് ബീറ്റ് ചെയ്തിട്ട് ഇടുക ചെയ്യാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഈ പണി ഒരു 20 മിനിറ്റിൻ്റെ പണി കഴിഞ്ഞു. എല്ലാം ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനെന്നാൽ പുറത്തുനിന്ന് നോക്കാമെന്ന് വെച്ചപ്പോൾ നല്ല നനുത്ത മഞ്ഞ് വെളുത്ത് രസമായിട്ട് കിടക്കുന്ന കേട്ടോ. ഇപ്പം എന്താ പറയുക, ക്രിസ്മസ് നമുക്ക് നല്ല ഒട്ടും തണുപ്പില്ലാത്തൊരു ക്രിസ്മസ് ആയിരുന്നു, പക്ഷെ മഞ്ഞില്ലാത്ത ക്രിസ്മസ് ആയിരുന്നു. അത് കഴിഞ്ഞതാ ഇപ്പം തുടങ്ങി ജനുവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ മഞ്ഞ് പൈസയൊക്കെ അതിനകത്ത് കൈയുടെ പാടൊക്കെ ഉണ്ടാക്കി കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കഥക് പതുക്കെ അങ്ങ് അടച്ചു. ഇനി തണുപ്പ് അധികം അകത്ത് കയറണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ ജനലും വാതിലുകളൊക്കെ ഭയങ്കര ഹൈലി ഇൻസുലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ പുറത്ത് എത്ര തണുപ്പാണേലും അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. രാവിലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ പരിപാടികൾ ഇപ്പോൾ അവധിയാകുമ്പോൾ മുന്നേ ഞാനങ്ങനെ കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് കടലപ്പരിപ്പാണേ, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ലേ കടലപ്പായസമൊക്കെ ഉണ്ടാക്കണേ, ആ കടലപ്പരിപ്പ് അത് വെച്ചിട്ടാണ് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇതുണ്ടാക്കിയേക്കണേ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ്, നല്ല ടേസ്റ്റ് എന്നേ പറയത്തുള്ളൂ. ഇതാ കുറച്ച് മത്തങ്ങയാണ് കേട്ടോ ഈ ഫ്രോസൺ പാക്കറ്റ്. അപ്പം ഈ സാമ്പാറിന് ഞാനവിടെ ബീൻസ് ഉണ്ട്, സുക്കിനി ഉണ്ട്, 2 ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ മത്തങ്ങ നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിക്കാൻ കിട്ടും, പക്ഷെ അത് എന്തായാലും ഒരു മത്തങ്ങയുടെ കറിയൊന്നും ഇപ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടമാണ്. ഞാൻ ഫ്രോസൺ മേടിച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് കൊത്തമര എന്നാണോ പറയുക, കൊത്തപ്പയറോ അങ്ങനെ ഏതാണ്ട് ആ ഒരു പയറുണ്ടല്ലോ, ബീൻസ് അല്ല പയറും അല്ലാത്ത ഒരു പ്രത്യേകതരം പയർ, കുഞ്ഞ് കൊത്തമരയാന്ന് തോന്നുന്നു. കുഞ്ഞായിട്ട് തോരൻ വെക്കാം. അത് ഞാൻ കുറച്ച് പക്ഷേ ഇപ്പോൾ സാമ്പാറിലിടാൻ വേണ്ടി എടുത്തു. കുറച്ച് വെണ്ടയ്ക്കയും ഫ്രോസൺ ആണ്. അപ്പം ഞാനൊരു സാമ്പാറിനുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഫ്രോസൺ ഉണ്ടാവും. വെണ്ടയ്ക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചില്ല പെട്ടെന്ന് നാശമായി പോകുമല്ലോ. ഇത് ഈ ഫ്രോസൺ ആണെങ്കിൽ ആ ഒരു ഗ്രീൻ അങ്ങനെ തന്നെ നിൽക്കും. ഫ്ലാഷ് ഫ്രീസിങ് എന്നല്ലേ ആണ് പറയുന്നത്, ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇത് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല കളറ് നമുക്ക് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങക്കോല്, ഈ മുരിങ്ങക്കോലൊക്കെ മേടിച്ചിട്ട് ഒത്തിരി നമ്മൾ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ, അതിപ്പോൾ നാട്ടിലൊക്കെ വിളവെടുക്കണൊക്കെ സമയമാണ്, കുറേ ഉണ്ടെങ്കിൽ ഫ്രോസൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഈ തക്കാളി ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പച്ചമുളക് നമ്മുടെ പറമ്പിലുണ്ടായത് ഞാൻ സമ്മറിൽ പറിച്ചിട്ട് ഇങ്ങനെ സിപ്ലോക്ക് വാങ്ങി. എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷത്തേക്കുള്ള തക്കാളി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അന്ന് അത് നന്നായിട്ട് കഴുകി ഉണക്കി ഫ്രോസൺ ചെയ്ത് വെച്ചേക്കണ തക്കാളിയാണ് കേട്ടോ. ഫ്രോസൺ തക്കാളി നമുക്ക് സാമ്പാറിലോ എന്തെങ്കിലും കറിയിൽ വേണേലും ഇടാം. അപ്പം ഞാനതും എടുത്തു വെച്ചു. ഇത്ര സാധനം വെച്ചിട്ടുള്ള ഒരു സാമ്പാർ വെപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നും ശരിക്കും ഒരു വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് റെസിപ്പീസിലൊന്നാണ് സാമ്പാർ എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് വേണേലും ഇടാമല്ലോ. അതിനകത്ത് പരിപ്പുണ്ട്, പിന്നെ മസാലയുടെ അളവ് നമ്മൾ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ കാർബാന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ സൂപ്പ് പോലെ കുടിക്കുക, വെജിറ്റബിൾ സൂപ്പിൻ്റെ ഒരു വേർഷൻ എന്ന് പറയും. അപ്പം മസാല കുറച്ചാണ് ഇടുന്നതെങ്കിൽ നമുക്കത് സൂപ്പ് പോലെയൊക്കെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ തക്കാളി ഉൾപ്പെടെ എല്ലാ കഷ്ണവും അരിഞ്ഞതിനകത്തോട്ടിട്ടു. പിന്നെ ഞാൻ വെണ്ടയ്ക്ക അല്ലാത്ത ബാക്കി എല്ലാം കൂടെ നമ്മുടെ ഓൾറെഡി വെന്ത പരിപ്പുണ്ടല്ലോ ആ പരിപ്പിലോട്ടിട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ കുക്കർ മാറി, കാരണം ചെറിയ കുക്കറായിരുന്നു ആദ്യം പരിപ്പ് വെച്ചിരുന്നത്. ഇത് ഇൻസ്റ്റപ്പോട്ടിൽ വെക്കാം കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് ചിലപ്പോൾ തോന്നില്ല, ഇപ്പൊ കുറച്ചായിട്ട് ഈ കുക്കറിൽ വെക്കാൻ ഒരു മോഹം. പക്ഷെ കുക്കറാകുമ്പോൾ ചീറ്റയോടെയൊക്കെ തെറിക്കും. പക്ഷെ അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിത് എവിടെയോ കണ്ടതാണ്, ഇത്തിരി എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ വിലങ്ങനെ ഇട്ടാൽ ചീറ്റി തെറിക്കുന്ന പരിപാടി കുറച്ച് കുറവാണെന്നുള്ളത്. ഇൻസ്റ്റപ്പോട്ടിൽ വെക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കത് സമയം തന്നെ ഓഫായി അവിടെ കിടന്നുള്ളൂ, നമ്മൾ വന്ന് ഓഫ് ചെയ്യാൻ നിൽക്കേണ്ട. അപ്പം ഞാൻ സാമ്പാർ വെക്കുമ്പം മോസ്റ്റ്ലി ഇൻസ്റ്റപ്പോട്ടിൽ വെക്കാറുണ്ട്, അതിൻ്റെ പ്രഷർ കുക്കർ മോഡിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്രഷർ കുക്കർ മോഡിൽ. കുക്കറൊക്കെ മാറ്റി കുറച്ചുകൂടെ വലിയ കുക്കർ എടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വേവിക്കും. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെന്ത കഷ്ണം എടുത്ത് മാറ്റി വെക്കും കേട്ടോ. ഐസക്കിന് അവന് ഈ എന്താ പറയുക ഉലുവ അല്ലെങ്കിൽ കായത്തിനൊക്കെ പൊടിയൊക്കെ കഴിയുമ്പോൾ പുള്ളിക്കാരന് അതങ്ങ് വലിയ പിടുത്തമില്ല. എന്നാലും എൻ്റെ മൂത്താൾ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് സാമ്പാറിൻ്റെ ആ ഒരു ഫ്ലേവറോടുകൂടി കഴിക്കാൻ വേണ്ടി തുടങ്ങിയേക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ആധിക്യം മൂലമാണെന്ന് തോന്നുന്നു സാമ്പാർ കൂടി തീർന്നു എന്നുള്ളത് മനസ്സിലായത്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ തോമസ് ഇടയ്ക്ക് പോയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യാം, മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഗ്രോസറി, ഇന്ത്യൻ കടയിൽ നിന്നുള്ള കുറച്ച് ഗ്രോസറിയും അതൊക്കെ കൂട്ടിയിട്ട് കാണിക്കാനായിട്ട് വിചാരിച്ചേക്കണത്. സാമ്പാർ അവിടെ ഇരിക്കട്ടെ, ആ സമയത്ത് ഞാൻ കുറച്ച് പ്രോൺസ് വൃത്തിയാക്കിയതാണ്, ഓൾറെഡി വൃത്തിയാക്കിയത്. അതിൻ്റെ വാല് മാത്രം കളഞ്ഞാൽ മതി. അത് ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ഫ്രോസൺ ആയിരുന്നു, ഒന്ന് ഫ്രീസറിൽ നിർത്തി അത് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഈ സമയത്താണ് ഞാൻ ഇനി ബാക്കി കാരണം ലേറ്റ് ആയിട്ടുള്ള ആണല്ലോ എണീറ്റത്. അപ്പം എന്തായാലും നമ്മൾ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാക്കാന്ന് വെച്ചു. കുറേയൊക്കെ അവർ വലുതിൻ്റെ ഒക്കെ അത് അവൻ ചെയ്തോളും. പിന്നെ ഈ ഐസക്കിൻ്റെ മുറിയിൽ ഇങ്ങനെ അവൻ്റെ ഇത്രയും വലിപ്പമുള്ള 5-6 ആൾക്കാരും കുറേ എന്താ പറയുക പടങ്ങളും ഭയങ്കര ഇപ്പോൾ ആർട്ടിൻ്റെ ഇതാണ്, റൂം മുഴുവൻ ആർട്ട് പരിപാടികളാണ്. സാമ്പാർ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വേവായപ്പോൾ ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടു, എന്നിട്ട് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. ഒരു കുഞ്ഞു കഷ്ണം പുളിയാണ് ഇതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിക്ക് വലിയ പുളി ഇല്ലാത്തതാണ്. ഇത് സാമ്പാർ വയ്ക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ വെക്കണ എളുപ്പ സാമ്പാർ കാണിച്ചു എന്നേ ഉള്ളൂ. എനിക്കിന്ന് അവസാനം ഞാൻ പറഞ്ഞില്ല, സാമ്പാർ പൊടി ഇടുന്നത് കാണിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം സാമ്പാർ ഇത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് സാമ്പാർ പൊടി ഉണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പില ഈ ഓർഡറിൽ തന്നെ, കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ആ ഓർഡറിലിട്ട് അത് മൂത്ത് വരുമ്പോൾ സാമ്പാറിൻ്റെ പൊടി ഇട്ട് ആ പൊടി ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് കുതിർന്ന് വരുമ്പം ലേശം ഉലുവപ്പൊടി കൂടി ഇടും. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇപ്പം മേടിച്ചേക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും അതങ്ങനെ എനിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കണില്ല. അപ്പം എനിക്ക് ബ്രാഹ്മിൻസിൻ്റെ ആ പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കുറച്ച് ഇഷ്ടം. അപ്പം അങ്ങനെയാണ് അവസാനം അത് കാച്ചി ഒഴിച്ചാണ് എടുക്കുക. പലരും പലതരത്തിലും അവസാനം കാച്ചി ഒഴിക്കുന്നത് എനിക്കറിയാം. എണ്ണയ്ക്കകത്തോട്ട് തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഒരു ഓൾറെഡി ഡീഫ്രോസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല റെഡി ആയിരിക്കുന്ന വലിയ മന്ദൻ നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ, അതിനെ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ലേശം കുരുമുളക് പൊടി ഇട്ടു. ഞാൻ ഇച്ചിരി ഒരു ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കും കേട്ടോ. ആ ഒരു പ്രോൺസിന് ആ ഒരു പുളിപ്പ് ചെറുതായിട്ട് അതിനകത്തോട്ടൊന്ന് പിടിച്ചോട്ടെന്ന് വെച്ചിട്ട് അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം അവിടെ ഇരിക്കാം. കറിവേപ്പില അപ്പോൾ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, അത് പ്ലാനിങ്ങിലൊന്നും ഉണ്ടായിരുന്നല്ല. കറിവേപ്പില ഇടുമ്പം കുറച്ചും കൂടി നമ്മളെ നാടൻ ടേസ്റ്റ് വരുമല്ലോ. ബട്ടറിൽ വറുത്തെടുക്കാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം, നമുക്ക് ഏതെണ്ണയാണോ സൗകര്യം. അപ്പോൾ ബട്ടറിൽ വറുക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്, വെളിച്ചെണ്ണയിൽ വറുക്കുമ്പം വേറെ. ഒരു നുള്ള് എന്താ പറയുക, ഒരു നുള്ളല്ലോ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ ആ എണ്ണയ്ക്കകത്ത് ഇടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ പ്രോൺസ് അവിടെ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട സമയത്ത് ബീൻസ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തിരി ഇത് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ മിക്കവാറും ബീൻസും അല്ലെങ്കിൽ തോരൻ മെഴുക്കുവട്ടിയൊക്കെ വയ്ക്കും. അപ്പം നല്ലതായിട്ട് വന്നോളും. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, സവോളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ബീൻസ് എനിക്ക് അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ. അപ്പം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കുക്കിംഗ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ആരെങ്കിലും ഒരാൾ അരിഞ്ഞൊക്കെ തരാനുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പരിപാടി നടക്കും. കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടാണ് കേട്ടോ, ഒന്ന് കുത്തി കാച്ചിന വെള്ളത്തിൽ ഇട്ടുള്ളൂ. അവസാനം തേങ്ങ ഇടാന്നാണ് വിചാരിച്ചേക്കണേ. ചെറുതായിട്ട് അരിഞ്ഞേക്കണ ബീൻസ് അതിനകത്തോട്ട് ഇട്ടു. പെട്ടെന്ന് വെന്തോളും ബീൻസ്. വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെക്കണം. എന്നിട്ട് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ബീൻസ് നന്നായിട്ട് വെന്ത് കുഴയല്ല, ഒരു പച്ചപ്പ് മാറി സ്റ്റിൽ ക്രഞ്ചി ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തേങ്ങ അതിൻ്റെ മേൽ കൂടെ അങ്ങ് ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് മൂടി വെക്കുമ്പം തേങ്ങ പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട. അപ്പം ഈ ഇതിനെന്തായാലും പെട്ടെന്ന് വേവെന്ന് പറഞ്ഞാലും ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ മസാല എല്ലാം മിക്സ് ചെയ്ത് ഉപ്പ് ഇനി മൂടി വെച്ച് വേവിച്ച് വെന്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മേളിൽ തേങ്ങ ഇട്ടെടുക്കുകയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക. അപ്പം പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിനകത്ത് സാധനങ്ങൾ വന്നു കേട്ടോ. ഉച്ചഭക്ഷണത്തിന് മുമ്പ് തന്നെ സാധനങ്ങൾ വന്നു. അപ്പം ഇതിനിടയ്ക്ക് ഞാനൊരു ബ്രോക്കോളിയുടെ തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പം സെയിം മറ്റേത് വെക്കണ പോലെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ പല 2-3-4 ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കൊക്കെ ഒക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗ്രോസറി പെട്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇന്ത്യൻ സാധനം കുറച്ചുണ്ട്. മുട്ട നമ്മൾ 30-യുടെ പാക്കാണ് എഗ്ഗ് മേടിക്കുന്നത്, അത് എടുത്ത് വെക്കണം. പിന്നെ ഇന്ത്യയിൽ നിന്നല്ലല്ലോ, മലയാളി കടന്ന് നിന്ന് മേടിച്ച സാധനങ്ങൾ കാണിക്കാം. ഞാൻ ഈ ഒരു ഇഡ്ഡലി റൈസ് ആണ് ഇപ്പം മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ എനിക്ക് അത്ര ഓർമ്മിക്കില്ല. വിശ്വ ആദ്യമായിട്ടാണ് ഇത് മേടിച്ചത്. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ തരുന്ന സമയത്ത് ഇത് വെച്ച് ഒരു സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വന്നു കേട്ടോ. വിശ്വ ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ പുതിയ സാധനം കാണുമ്പോൾ കൊള്ളുപോവോ പശയായിരിക്കും അങ്ങനെയൊക്കെ തോന്നുമല്ലോ. ഞാനെന്തായാലും ഒന്ന് പരീക്ഷിക്കാം. ചെറിയ പാക്കറ്റില്ല, 5 കിലോയുടെ പാക്കറ്റാണ്. എന്നാൽ നോക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. വിലയൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ, ലക്ഷ്മിയുടെ എല്ലാത്തിൻ്റെ പോലെ സെയിം വില തന്നെയാണ്. പിന്നെ ഈ ഒരു കോക്കനട്ട് സ്ലൈസ് മേടിച്ചിട്ടുണ്ട്. ഇത് പാവയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാവയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി വെക്കണം. അതല്ലെങ്കിൽ ബീഫിനകത്തൊക്കെ ഇടാൻ വേണ്ടിയതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും തീരുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും.
ഇത് നമ്മുടെ ചേനയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് 3 പേർക്കും ചേന ഉപ്പേരി. നമ്മൾ കുത്തിക്കാച്ചി വെക്കാന്ന് പറയത്തില്ല, ഇച്ചിരി വെളുത്തുള്ളിയും മുളകും ഒക്കെ ചതച്ച് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച്, മെഴുക്ക് പുരട്ടിയുടെ തൃശ്ശൂർ വേർഷനാണ് കുത്തിക്കാച്ചാന്നുള്ളത്, അത് വെച്ചു. പിന്നെ ഈ ചിക്കി എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു സസാമയുടെ ആ ഒരു ഇതുപോലത്തെ മിഠായി പോലത്തെ സാധനമാണ്. ഇതും ചെറിയ മധുരമാണ്. എള്ളുണ്ടയുടെ എള്ളു പരത്തിയത്, അത് രസമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നമ്മൾ 1-2 പുട്ടുപൊടി മേടിച്ചു. ഒരെണ്ണം നമ്മുടെ സാധാരണ വെള്ള പുട്ടുപൊടിയും പിന്നെ ചെമ്പാ പുട്ടുപൊടിയും. സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും ആഴ്ച 2 ദിവസവും പുട്ടും പഴമോ അല്ലെ പുട്ടും കടലയോ പുട്ടും മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് ഞാൻ മേടിച്ചൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളത് നല്ല കോവയ്ക്ക ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേന്. അപ്പോൾ കുറച്ച് കോവയ്ക്ക മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് മെഴുക്കുവരട്ടി വെക്കുക, അതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് തോരന് വേണ്ടിയിട്ട്. അപ്പം ഞാനത് കണ്ടപ്പോൾ അങ്ങനെ മേടിക്കുന്നതാണ്. വെണ്ടയ്ക്ക വെച്ച് നല്ല മീൻ കൂട്ടാൻ പോലെയൊക്കെ വെക്കുമല്ലോ, ഒരു പുളിപ്പുള്ളത്. അങ്ങനെ എന്തായാലും ഇത് തോരൻ വെക്കും, പെട്ടെന്ന് തന്നെ തീരുവത്. ഞാൻ ഇതാണ് കേട്ടോ ന്യൂഡിൽസ് മസാല എന്ന് പറഞ്ഞ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ചത് ഇതാണ്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരെനിക്കറിയില്ല. ഇത് ഈ നൂഡിൽസ് മസാല അല്ലാണ്ട് ചോമീൻ മസാല കിട്ടും കേട്ടോ, അതാ കുറച്ചും കൂടെ നല്ലത്. ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല, ചോമീൻ മസാല. പിന്നെന്താ പറയുക, ഈ ഒരു ചക്ക ചിപ്സും മറ്റേ മിക്സ്ചറും, ഈ അമ്മ ബ്രാൻഡിൻ്റെ സാധനം എന്തായാലും നല്ലതാണ് കേട്ടോ. ചക്ക ചിപ്സൊക്കെ നല്ലതായിരുന്നു, മിക്സറൊക്കെ നല്ലതായിരുന്നു. ബ്രാഹ്മിൻസിൻ്റെ നല്ല സാമ്പാർ പൗഡർ. അപ്പം സാമ്പാർ കാച്ചി ഒഴിച്ചിട്ടില്ല, പൊടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സാമ്പാർ പൗഡർ മേടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സാമ്പാർ മിക്സ് മേടിക്കാൻ കിട്ടും കേട്ടോ. സാമ്പാർ മിക്സ് പറഞ്ഞാൽ സാമ്പാർ കഷ്ണം മിക്സ് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എന്താ പറയുക, ഈ നമ്മുടെ 3-4 ഐറ്റംസ് ഒക്കെ ഉണ്ട്, എന്ത് സാമ്പാറും ആകൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മേടിച്ചില്ല. കുറച്ച് ഗരം മസാല, ആദ്യമായിട്ടാണ് ഡബിൾ ഹോഴ്സിൻ്റെ ഗരം മസാല മേടിക്കുന്നത്, കുഴപ്പമുണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെന്താ നമ്മൾ കുറച്ച് ഇത് അത്രയാണ് ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ചത്. പിന്നെ ഇങ്ങോട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് വാൾമാർട്ടിൽ നിന്നോ സൂപ്പർ സ്റ്റോറിൽ നിന്നോ മറ്റാണ് ഒരു പാക്കറ്റ് ചീസ് മേടിച്ചിട്ടുണ്ട്. അത് ഈ ഷ്രെഡഡ് ചീസാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പല റെസിപ്പികളിലും ചീസ് ഒരു അവിഭാജ്യ ഘടകം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതും പല റെസിപ്പികളിലും നമ്മൾ പാസ്ത ഇതിലും പലതിലും ആഡ് ചെയ്യുന്നതാണല്ലോ. അത് പേസ്റ്റ് ആയിട്ടുള്ളത് പേസ്റ്റ് അല്ല, ക്രഷ്ഡ് ആയിട്ടുള്ള ഇത് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പേസ്റ്റും, രണ്ടും ഉണ്ട്. ഒരു ടൊമാറ്റോ പേസ്റ്റും ഒരു ക്രഷ്ഡ് ടൊമാറ്റോയും. ഇത് രണ്ടും നമുക്ക് പല പല റെസിപ്പികൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഞാൻ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഫുൾ പാക്കറ്റ് വേണ്ടെന്നുണ്ട്, വേറൊരു മീലും ഇതിനോടനുബന്ധമായിട്ട് തന്നെ കേട്ടോ പ്ലാൻ ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു നൂഡിൽസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ റെസിപ്പി എനിക്ക് തോന്നുന്നു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതിപ്പം 1-2 ദിവസം ഉണ്ടാക്കണ പോലത്തെയാണ് കേട്ടോ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബീഫ് പാസ്ത, അപ്പം ബീഫോ അല്ലെങ്കിൽ ടർക്കി വെച്ച് എന്ത് മേടിച്ചുകൊണ്ട് ഉണ്ടാക്കാം. ബീഫ് പാസ്തയാണ് കുറച്ചും കൂടെ നല്ലത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ സീസണൽ ഫുഡാണ് കേട്ടോ. ചില സമയത്ത് ചില ഫുഡങ്ങ് ഇഷ്ടമായി പിന്നെ അത് തന്നെയായിരിക്കും ഇവർ കഴിക്കുക, ഉണ്ടാക്കാൻ പറയുകയും ചെയ്യാം. ഒരു സൂപ്പല്ലല്ലോ, നമ്മുടെ ബ്രോത്തിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ട് ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഏതൊരു കമലിലുണ്ട് നെസ്കഫെ ഗോൾഡ് ട്രൈ ചേച്ചി നല്ലതാണ്. അപ്പം ഞാൻ ഇതാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നല്ല മണമാണ് കേട്ടോ, നല്ല രസമുണ്ട് അത് കുടിക്കുമ്പോൾ. എന്തായാലും ആ സജഷൻ ഇതല്ല പറഞ്ഞതെങ്കിലും എനിക്ക് ആ സജഷൻ ഭയങ്കര ഉപകാരപ്പെട്ടു. പിന്നെ അടുത്തൊരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്തായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ എന്തിനെങ്കിലുമൊക്കെ ബ്രെഡ് ആവശ്യമുണ്ടാകും. അപ്പോൾ ചെറിയൊരു പാക്കറ്റാണ് മേടിക്കുക. ഇതും സോർ ബ്രെഡ് തന്നെയാണ്. പിന്നെ നൂഡിൽസിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, നമ്മുടെ ബെൽ പെപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ക്രീം, 33% ക്രീം മേടിച്ചിട്ടുണ്ട്. 2% ക്രീം ഈ പറഞ്ഞ പോലെ ചായയിൽ ഒഴിക്കാനും പാല് ഒരു റെസിപ്പി, ഒരു പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നണില്ല. ഞാൻ എപ്പോഴും ഒരു ബാക്കപ്പ് ആയിട്ട് മാഗി മേടിച്ചു വെക്കും കേട്ടോ, 1-2 പാക്കറ്റ്. അപ്പം എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണ്, നമുക്ക് ഭയങ്കര ടൈം ക്രഞ്ച് ഒക്കെ ആണെങ്കിൽ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് വേവിച്ച്, അപ്പോൾ ഇത് ശരിക്കും ഈ പാക്കേജ് ഷ്രിങ്കിങ് കാരണം നന്നായിട്ട് വെജിറ്റബിൾ ഇട്ടാൽ ഒരാൾക്കുള്ള ഫുഡ് ആവത്തുള്ളൂ. കുറച്ച് പോപ്കോൺ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പാക്കറ്റിങ്ങിന് കാണിക്കുമായിരുന്നു. പണ്ടത്തെ കാട്ടിലും പാക്കറ്റ് ഷ്രിങ്കേജ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കുറച്ച് എമൗണ്ട് വളരെ കുറവാണെന്ന്. ഈ പോപ്കോൺ അടുത്ത സ്കൂൾ തുറക്കുമ്പോഴത്തേനും അങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ്.
ഹണി എക്സ്ട്രാ മേടിച്ചു. കാരണം ഹണി ലെമൺ ആണ് ഇപ്പം എല്ലാവരുടെയും ഒരു ത്രോട്ട് ഇറിറ്റേഷനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു പാക്കറ്റ് മറക്കാണ്ട് മേടിച്ചു. ഞാൻ ഇന്നൊരു ബാർബിക്യൂ ചിക്കൻ ഓൾറെഡി ബേക്ക് ചെയ്ത് അപ്പോൾ അവിടെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. നല്ല ചൂടായിട്ടുള്ള റോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അത് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പം തോമസ് ഫിഷ് കഴിക്കില്ല, പ്രോൺസ് കഴിക്കില്ല. അപ്പം ചിക്കൻ എനിക്ക് പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നറൊന്നും കഴിക്കാമല്ലോ, അങ്ങനെ വെച്ചിട്ട് അത് മേടിച്ചു. ഇതൊന്നും കൂടാണ്ട് ഈ കൂട്ടത്തിലൊന്നും പെടാതെ 2 സെറ്റ് ഹാങ്കേഴ്സും മേടിച്ചിട്ടുണ്ട്. ഈ ഹാങ്കേഴ്സിന്റെ തല പൊട്ടി പോണ ഒരു പരിപാടി എൻ്റെ വീട്ടിലോട്ട് ഒരു വലിച്ചിങ്ങനെ എടുക്കുന്നോണ്ടാവും. അപ്പോൾ തോമസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ ക്ഷീണത്തിൽ അവിടെ നിന്ന് ഓരോന്നൊക്കെ നോക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ, നമുക്ക് എടുത്തു വെക്കാൻ മടിയാ. പക്ഷെ എല്ലാം അതിൻ്റെ സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഫില്ലായി ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ ഒരു 0 വേസ്റ്റേജ് കൈൻഡ് ഓഫ് മീൽ പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് എൻഡ് ഓഫ് ദ വീക്കിലോ അല്ലെ ഒരു ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് കാലിയാവും. കുറച്ച് അതും ഇതൊക്കെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഇത്തിരി മുട്ടയോ ലേശം പാലോ ഒക്കെ. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് പെട്ടെന്നായിട്ട് തുടച്ച്, അങ്ങനെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ചെയ്യാറില്ല. പകരം ആ ഒരു വീക്കെൻഡിൽ എല്ലായിടത്തും ഒന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വരിക ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സാധനങ്ങൾ മേടിക്കുന്നതനുസരിച്ച് ഫ്രിഡ്ജ് ഫില്ലാകും. ഇഡ്ഡലിയരി അമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിൽ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ബ്രേക്ക് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എപ്പോഴും നല്ല നമ്മുടെ സ്റ്റേപ്പിളായ സാധനങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇഡ്ഡലി ദോശ സ്ഥിരം എല്ലാ ദിവസവും ദോശ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അപ്പം അതിന് വേണ്ട സാധനങ്ങളുണ്ടോ, അല്ല ചോറ് കഴിക്കുന്ന അരിയൊക്കെ ഉണ്ടോ, ഉപ്പുണ്ടോ, ഇതൊക്കെ ശരിക്കും എന്താ പറയുക, എനിക്ക് എന്നോടിപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു വിചിത്രമായ കമൻ്റ് ഇതാന്ന് പറയില്ല. കാരണം ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും നമ്മുടെ കയ്യിലെ സാധനങ്ങൾ തീർന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വെക്കേഷൻ മോഡിലൊക്കെ ആണെങ്കിൽ. അതെല്ലാം നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആവുമല്ലോ. അപ്പം ഞാനിന്ന് എന്താ വെച്ചിട്ട് സമയം എടുത്തിട്ട് എല്ലാ സാധനങ്ങളും പഞ്ചസാര, ഉപ്പ്, തേയിലപ്പൊടി, കാപ്പിപ്പൊടി അതൊക്കെ ഉണ്ടോയെന്നെല്ലാം മേടിച്ചു റീഫില്ല് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇത് തോമസ് കഴിക്കാത്തതുകൊണ്ട് തോമസിന് ഓൾറെഡി ചിക്കൻ മേടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രോക്കലി അതിനിടയ്ക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ബ്രോക്കലി തോരൻ പെട്ടെന്നാവട്ടെ, 10 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തോരൻ വെക്കാൻ 5-6 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച അതാണ് പ്രോൺസും ബ്രോക്കലിയും. അപ്പോൾ ലോ കാർബ് ഡയറ്റ് കാണിക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ ഒക്കെ മോഡിഫൈഡ്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ചോറൊട്ടും കഴിക്കത്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ഒട്ടും കഴിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും. പക്ഷെ ഇപ്പൊ പിന്നെയും അധികം കഴിക്കാറില്ല. അധികം കഴിക്കാതിരിക്കുന്നതാണ് എനിക്ക് ശരിക്കും ഹെൽത്തി, എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ഇത്തിരി സമയം എന്തായാലും ഇവർക്ക് കുറച്ച് VR ഒക്കെ കളിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഐസക്ക് എന്താ പറയുക, ഈ കെട്ടിടം മറിഞ്ഞു പോകുമ്പം അവിടുന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തും, അങ്ങനെ എന്തോ ഒരു ഇത് ചെയ്യാം. നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പുറത്തൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും കുക്കിങ്ങിലോട്ട് കയറി. കാരണം നമ്മൾ നൂഡിൽസ് വെക്കാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സാമ്പാർ കാച്ചി ഒഴിക്കണമായിരുന്നു. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി. പിന്നെ തിരിച്ചു വൈകിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയൊക്കെ കുക്കിങ്ങിലായിട്ട് കിടക്കണത്. അടുക്കളയ്ക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ടോ പോയത്. നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. 9 വരെയായി എല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന്. അപ്പോൾ ഇന്ന് ശരി ഒരു ലോങ് ഡേ ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഇനി നാളെയൊക്കെ എന്തായാലും കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നു വിചാരിച്ചേക്കുന്ന ഒരു ദിവസമാണ്. അപ്പം നിങ്ങൾ ഒക്കെ എന്താ പറയുക, വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ, എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കണം. നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോക്ക് നിങ്ങളൊന്ന് സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ ഇനിയും 40+ സീരീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് കുത്തിയിരിക്കാൻ സാവകാശവും സ്ഥലവും കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയുടെ വരും വരെ ബൈ ബൈ.